എടോ, ആ വീട്ടിലെന്താ പ്രശ്നം? അതൊരു സ്ഥിരം യുദ്ധമാ സാറേ. ഓൾറെഡി ഒരാള് ടാസ്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കുള്ളതും അലിയണനില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രയോഗിക്കണം. എന്താ ബുദ്ധി. അതായത് ഞാൻ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ വലയ വീട്ടാനുള്ള പുതിയ നമ്പർ പിന്നെ സ്വിച്ച് ചെയ്യുമ്പോ ആര്യന്റെ അടുത്ത് പോയിട്ട് തല മുണ്ടനം ചെയ്യാൻ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആര്യൻ സംസാരിച്ച് കഴിഞ്ഞു. യവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ. നമ്മളെന്തിനാ വല്ലവന്റെ കാര്യം ആലോചിച്ച് തല ഉണ്ടാക്കുന്നത്? ഇതെന്താണോ നീ നേരത്തെ പറയാത്തത്? ബുദ്ധി ഇപ്പോഴല്ലേ വന്നേ. ആ ടാസ്ക് അവിടെ വെച്ച് ഫെയിലായി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിങ്ങൾക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. മരത്തലയന്മാരെ തലച്ചോറില്ല ഒരുവനും. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. എനിക്കതുണ്ട്. ബുദ്ധി വേണോടാ. പുതിയ തള്ളു വേറെ എന്താ? നിങ്ങൾക്ക് അത് ചിന്തിക്കാനുള്ള ഒരു തരത്തിലുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതിനെവിടുന്നാടോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 2-3 വട്ടം ബിഗ് ബോസ് ചർച്ച ചെയ്യാ, ബിഗ് ബോസ് ആരാണ്ടാ പറഞ്ഞത് എനിക്ക് ബുദ്ധിയില്ലെന്ന്? എനിക്ക് ശക്തിയേക്കാൾ കൂടുതൽ ബുദ്ധി ഉണ്ടെന്ന് വാപ്പ എപ്പോഴും പറയുമായിരുന്നു. പല ട്രിക്കുകളും പറയും. അതിൽ വീഴാണ്ടിരിക്കേണ്ടതാണ് നമ്മുടെ കരുത്ത്. ഇത്രയും ബുദ്ധിയുള്ള നീ IAS എഴുതിയാൽ പോലും പാസ്സാകുമല്ലോടാ. ഒരുവിധ ടാസ്ക് ഫയലും വായിച്ചു നോക്കാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും ചിലവര്. ആലോചിച്ചു, ഉറപ്പിച്ചു, ഇനി അതിൽ മാറ്റമില്ല. പട്ടാളച്ചിട്ട പാലിക്കുന്നവനാ ഞാൻ. ഏറ്റവും ആദ്യം അതിനുള്ളിൽ ധൈര്യപൂർവ്വം കടന്നത് ഞാനാണ്. ഏറ്റവും ആദ്യം നാട്ടുകാർക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്ത? അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ഞാൻ എടുത്തു. അവിടെ എന്ത് കിട്ടിയാലും അത് ധൈര്യപൂർവ്വം ഞാൻ ചെയ്താന്. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ ഇത്രയാ സ്ഥിതിക്ക് ദാമോദർ തന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു തരണം.